ഒടുവിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ CPM വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാഞ്ഞത് പോരായ്മയായി. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തിരിച്ചടിയായി. പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായെന്നും CPM. പരാജയം മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം. 30 മണ്ഡലങ്ങളിൽ BJP UDF-ന് വോട്ടുമറിച്ചു. തിരിച്ചടി മറികടക്കാൻ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് പാർട്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം തേടും. മാസപ്പടി കേസിൽ വീണ ടിക്ക് ED സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. CMRL ഉദ്യോഗസ്ഥർ അടക്കം 9 പേർക്കും ED സമൻസ്. നിയമപരമായി ED വന്നാൽ പ്രശ്നമില്ലെന്ന് A. വിജയരാഘവൻ. പിണറായിയുടെ ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം. നവകേരള യാത്രക്കിടയിലെ മർദ്ദനക്കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് ആലപ്പുഴ കോടതി. ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകി നടി അൻസിബ ഹസൻ. ടിനി ടോമിനെതിരെ തെളിവുകളുണ്ടെന്ന് നടി. കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അൻസിബ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വഴി യെല്ലോ അലേർട്ട്. ഇടുക്കി കമ്പംമേട്ടിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് അപകടം. ഷിഗല്ലാപേടിയിൽ വയനാട് 443 പേർ ബത്തേരിയിൽ ചികിത്സയിൽ. 163 പേർ നിരീക്ഷണത്തിൽ. ഉന്നതതല യോഗം ചേരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രിക്ക് ആശ്വാസം. കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കില്ല. SITയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. തെളിവില്ലെന്ന വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശം ഹൈക്കോടതി നീക്കി. കടിച്ച ആപ്പിൾ പ്രവർത്തകർക്ക് എറിഞ്ഞുകൊടുത്ത് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. സംഭവം ഞായറാഴ്ച നടന്ന റാലിക്കിടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. അനധികൃത ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ രമേശ് പിഷാരടി. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ കാഴ്ചയാണ് സലിംകുമാറിന്റെ സംസ്കാര ചടങ്ങിൽ കണ്ടത്. ചന്തുവിന്റെ സ്വാഭാവിക പ്രതികരണമെന്നും പിഷാരടി. സുകുമാരൻ മരിച്ചപ്പോൾ പൃഥ്വിരാജിനുണ്ടായ അനുഭവം സമാനമെന്ന് മല്ലിക സുകുമാരൻ.